എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മത്സരം അത് വളരെ വാശിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു ജയന്റിനെ അടിച്ച് തോൽപ്പിച്ചു. അതിനുശേഷം ഹാൻസം ബോയും നമ്മുടെ മാസ്റ്റർ ജാക്കി ചാനും അവർ രണ്ടുപേരും ഏറ്റുമുട്ടി മത്സരത്തിനൊടുവിൽ ഹാൻസം ബോയ് തോറ്റ് ജാക്കി ചാൻ ജയിച്ചു. ആ ദിനോസർ നല്ല പവർഫുൾ ആണെങ്കിലും ഗോക്കു അവന്റെ ടെക്നിക്കും തിരിച്ചു കിട്ടിയ അവന്റെ സ്ട്രോങ് വാലും ഉപയോഗിച്ച് ആ ഒരു ദിനോസറിനെ തോൽപ്പിച്ച് ഇപ്പൊ ഫൈനലിലേക്ക് എത്തി. അവസാനമായിട്ട് നമ്മുടെ മൊട്ടപ്പൻ അവൻ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് തന്റെ മാസ്റ്ററാണെന്നറിയാതെ അദ്ദേഹത്തോട് മത്സരിച്ച് ദയനീയമായിട്ട് തോൽവി ഏറ്റുവാങ്ങി. ഇനി അവശേഷിക്കുന്നത് സെമി ഫൈനൽ മത്സരമാണ്. അതിൽ മത്സരിക്കുന്നത് നമ്മുടെ ഗോക്കുവും ആ തലക്കെട്ടുകാരനും. അവർ രണ്ടുപേരും മത്സരിക്കാനായിട്ട് അങ്ങനെ ഗോതയിലേക്ക് വരും. ജനങ്ങളെല്ലാവരും അവസാന നിമിഷം നടക്കാൻ പോകുന്ന ഫൈറ്റുകൾ അത് കാണാനായിട്ട് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. പോപ്കോണ്, സ്നാക്സ് അതെല്ലാം നല്ല രീതിയിൽ ഓരോ ഭാഗത്ത് സെല്ല് ചെയ്യുമ്പോൾ ബൊൽമയുടെ ടീംസിന്റെ ശ്രദ്ധ അതിലൊന്നും പതറിപ്പോവാതെ അവരാണെങ്കിൽ മത്സരം ഉറ്റു നോക്കുകയാണ്. ഇവിടെ തലക്കെട്ടുകാരനും നമ്മുടെ ഗോക്കുവും അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗോക്കു ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതേസമയം തലക്കെട്ടുകാരൻ അവന്റെ അമ്മയെയും അച്ഛനെയും ബ്രദറിനെയും ഒക്കെ ആലോചിക്കുകയാണ്. അവന്റെ ഫാമിലിയെയും ഗ്രാമത്തെയും ദുരിതത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തണമെങ്കിൽ അവൻ ഈ മത്സരം ജയിക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന പണം അതുണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് വെള്ളം എത്തിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയൂ. അതല്ല എങ്കിൽ ആ ഗ്രാമത്തിൽ വെള്ളം കിട്ടാതെ അവിടെയുള്ളവരെല്ലാവരും മരിച്ചുപോകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എനിക്ക് ഈ മത്സരത്തിൽ ജയിക്കണം എന്ന് പറഞ്ഞ് തലക്കെട്ടുകാരനാണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞെടുക്കും. ഗോക്കു ആണെങ്കിൽ അവൻ ക്ലോസ് എത്തേണ്ട താമസം മാസ്റ്റർ റോഷി ഉപയോഗിച്ച ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇൻവിസിബിളായി അവന്റെ പുറകിലേക്ക് വരും. പക്ഷെ ആ തലക്കെട്ടുകാരൻ അവൻ ഈസി ആയിട്ട് ഗോക്കു പുറകിലേക്ക് വന്ന കാര്യം കണ്ട് മനസ്സിലായി. ചാടി വന്ന് അവനെ കിക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഗോകു തെന്നി മാറുകയാണ്. വാവ്, സത്യത്തില് ഇദ്ദേഹം ഞാൻ കരുതിയതുപോലെയല്ല, നല്ല പവർഫുൾ ആണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ കൂടുതൽ ടെക്നിക്കലായിട്ട് ചിന്തിച്ച് ആളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഹാൻസം ബോയ് ആണെങ്കിൽ വണ്ടർ അടിക്കും. ഓ നോ മാസ്റ്റർ, നിങ്ങൾ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഗോകു അവനിപ്പോൾ ഉപയോഗിച്ചത്. അതിന് മാസ്റ്റർ പറയും ആ തലക്കെട്ടുകാരൻ നിസ്സാരക്കാരനല്ല. അവന്റെ അകക്കണ്ണില് ഗോകുവിന്റെ ആ ഒരു മൂവ്മെന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഗോകുവിന് അവനൊരു നല്ല കോമ്പറ്റീറ്റർ തന്നെയാണെന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ തലക്കെട്ടുകാരനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. തലക്കെട്ടുകാരൻ എല്ലാ അട്ടിയും ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ ഗോകുവിനെ അടിച്ച് താഴെയിടും. പക്ഷെ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്ക് അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഇപ്പൊ വമ്പ ഫോഴ്സിൽ ടൊർണാഡോ പോലെ കറങ്ങുകയാണ്. അവനങ്ങനെ കറങ്ങി വന്ന് ആ തലക്കെട്ടുകാരനെ ആഞ്ഞെട്ടിക്കും. കെട്ടുകാരനാണെങ്കിൽ ഗോകുവിന്റെ സ്പീഡ് അത് മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. അത്ര സ്പീഡിലാണ് അവൻ ആഞ്ഞു വന്ന് ഇടിക്കുന്നത്. അങ്ങനെ ഇടിച്ചിടിച്ച് ഓൾമോസ്റ്റ് അവൻ തലക്കെട്ടുകാരനെ ആ ബ്രിമ്മിലെത്തിക്കും. തോൽവി അത് തൊട്ടടുത്തെത്തിയെന്ന് കരുതി പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗോകു അവൻ കറങ്ങി കറങ്ങി ഇപ്പൊ പതിയെ തല ചുറ്റി താഴേക്ക് വീഴുക. തലക്കെട്ടുകാരനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ഒരു സെക്കൻഡ് ഗോകുയെ നോക്കും. തലക്കെട്ടുകാരനാണെങ്കിൽ ഭയങ്കര ആശ്വാസം. ഇതെനിക്ക് കിട്ടിയ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ഗ്രാമത്തെ രക്ഷിക്കാനായിട്ട്. ഇവന്റെ വാല് അത് ഭയങ്കര ഡേഞ്ചറാണ്, ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇതാണ് എനിക്ക് പറ്റിയ അവസരം. ഞാൻ എന്റെ അവസാനത്തെ ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് നിന്നെ അപായപ്പെടുത്തണമെന്ന് യാതൊരു ആഗ്രഹവും. പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആളങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നു പൊന്തും. ആങ്കറും ചുറ്റും ഉണ്ടായിരുന്നവരും എല്ലാവരും ഇപ്പൊ അവനെ തന്നെ കണ്ണുമ ചെമ്മാ നോക്കുകയാണ്. അവൻ ഒരുപാട് ഹൈറ്റിലേക്ക് പറന്നുപോയി ഇപ്പൊ ഗോകുവിന് നേരെ പറന്നു വരികയാണ്. ഗോകു ആണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ കണ്ണുകൾ അടച്ചു കിടക്കും. മുൽമയും പന്തുകൂട്ടിനും എല്ലാവരും ഇപ്പൊ ഗോകുവിന്റെ പേര് വിളിക്കും. ഗോകു പതിയെ കണ്ണു തുറക്കും. തലക്കെട്ടുകാരൻ ഓൾമോസ്റ്റ് അവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. തലക്കെട്ടുകാരനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആശ്വാസം. നീ ചെയ്ത ടെക്നിക്ക് അത് നിനക്ക് തന്നെ വിനയായി മാറി. അതെന്റെ ഗ്രാമത്തെ രക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവനിപ്പോ ഗോകുവെ ആഞ്ഞടിക്കും. ആ ഒരു അടി കിട്ടി ഗോകു ഒച്ചത്തിൽ നിലവിളിച്ച് അങ്ങനെ നോക്കൗട്ട് ആവുകയാണ്. ആ തലക്കെട്ടുകാരനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഗോകുവിനോട് ക്ഷമ പറയും. അതിനുശേഷം ആങ്കറിനോട് കൗണ്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. ആങ്കർ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഇപ്പൊ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് ആണെങ്കിൽ 9 എത്തുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ഗോകു അവൻ ചാടി എഴുന്നേക്കാണ്. അപ്പൂപ്പനാണെങ്കിൽ ഞെട്ടിപ്പോവും. കാരണം ആ ഒരു അടി കിട്ടി ഇതുവരെ ആരും എഴുന്നേറ്റിട്ടില്ല. ചുറ്റുമുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. ഒരുപാട് അടി മുകളിലേക്ക് പോയി തലക്കെട്ടുകാരൻ ആഞ്ഞടിച്ചാണ് ഗോകുയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഗോകു അവൻ കൂളായി തിരികെ എത്തി. തലക്കെട്ടുകാരനാണെങ്കിൽ അവന്റെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തും. ഇനി എനിക്ക് തെറ്റ് പറ്റിക്കൂടാ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി അവസാനമായിട്ട് ഒന്നുകൂടെ അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. അവനാണെങ്കിൽ ഒരുപാട് മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. അടുത്ത നിമിഷം ഗോകുവും അവന്റെ പിന്നാലെ ഫ്ലൈ ചെയ്യാണ്. ഇവിടെ തലക്കെട്ടുകാരൻ ഇതാണ് എന്റെ അവസാനത്തെ പ്രയോഗം എന്ന് പറഞ്ഞ് നല്ല ഫാസ്റ്റിൽ താഴേക്ക് പോവും. അപ്പോഴായിരിക്കും ഗോകു തലക്കെട്ടുകാരനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാ. തലക്കെട്ടുകാരനാണെങ്കിൽ ആ ഒരു സീൻ കണ്ട് വണ്ടറടിച്ച് അവന്റെ കൺട്രോൾ പോയി മുകളിലേക്ക് നോക്കും. ഉടനെ ഗോകു ആണെങ്കിൽ ടേൺ ചെയ്ത് തലക്കെട്ടുകാരന്റെ തൊട്ടടുത്ത് വരികയാണ്. വാവ്, ഈ സ്കൈയിലൂടെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കാൻ നല്ല രസമുണ്ടല്ലേ. അത് കേട്ട് തലക്കെട്ടുകാരനാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഗോകു ആണെങ്കിൽ തലക്കെട്ടുകാരനോട് പറയും, നിനക്ക് എന്നോടൊന്നും തോന്നരുത്, എനിക്ക് ജയിച്ചേ പറ്റൂ, ഞാൻ നിന്നെ തോൽപ്പിക്കാനായിട്ട് പോവാണ്. അതിന് തലക്കെട്ടുകാരൻ പറയും, എന്റെ ലക്ഷ്യം അത് വളരെ വലുതാണ്, എനിക്കൊരിക്കലും നിന്റെ മുൻപിൽ തോറ്റു തരാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും
ഞാൻ തന്നെ ജയിക്കും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ എയറിൽ വെച്ച് ഇപ്പൊ തലക്കെട്ടുകാരനെ അറ്റാക്ക് ചെയ്യും. ആള് കൺട്രോൾ പോയി താഴേക്ക് വീഴുന്ന ഗ്യാപ്പില് ഗോക്കു പാഞ്ഞു വന്ന് ആളെ ചവിട്ടി തെറിപ്പിക്കും. പഞ്ചില് തലക്കെട്ടുകാരനാണെങ്കിൽ തെറിച്ചു പോയി ആ ഗ്രൗണ്ടിന്റെ പുറത്ത് അങ്ങനെ അടിച്ചു വീഴുകയാണ്. അങ്ങനെ ഈ ഒരു ഗെയിമില് നമ്മുടെ ഗോക്കു അവൻ ജയിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. കാരണം ഈ ഒരു മത്സരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 12 വയസ്സുള്ള ഒരു പൊടി പയ്യൻ ഇത്രയും പേരെ തോൽപ്പിച്ച് ഫൈനൽ റൗണ്ടിൽ എത്തുന്നത്. ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് അവസാനത്തെ ഏറ്റവും പവർഫുൾ ആയ അവന്റെ മാസ്റ്റർ റോഷിയോ ആയിട്ടാണ്. സോ ഗോക്കു ആണെങ്കിൽ അതിന് തയ്യാറാവും. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഗോകുവിനെ ഓർത്ത് ഒരുപാട് അഭിമാനം. ഹാൻസം ബോയ് ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, തീർച്ചയായിട്ടും നിങ്ങൾ അവനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് മാസ്റ്ററും പറയും, അതെ, ഈ പ്രായത്തിൽ ഇത്രയും ബ്രില്യൻ്റ് ആയ പവർഫുൾ ആയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കെട്ടുകാരനാണെങ്കിൽ വീണ്ടും ഇപ്പൊ സ്റ്റേജിലേക്ക് കടന്നു വരും. അതിനുശേഷം അവന്റെ എക്സ്പീരിയൻസ് പറയും, സത്യത്തിൽ ഇതൊരു നല്ല ഫൈറ്റ് ആയിരുന്നു. നിന്നോട് കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇത്രയും ചെറിയ പ്രായത്തിൽ നിനക്ക് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ കുറെ കൂടെ വലുതാവുമ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരാളായി മാറുമെന്ന് പറഞ്ഞ് അവന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഇവിടുന്ന് കടന്നു പോവാണ്. അതിന് ഗോകുവും സന്തോഷം അറിയിച്ച് ഇപ്പൊ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നീ ഫൈറ്റ് ചെയ്ത് തളർന്നു പോയോ? ഗോകു ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, എനിക്ക് തളർച്ചയൊന്നുമില്ല, ഒരല്പം കൂടെ ഫുഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറെ കൂടെ പവർഫുൾ ആവും. കാരണം ഇനി നടക്കാൻ പോകുന്നത് ഫൈനൽ മാച്ചാണ്. ജാക്കി ചാനും നമ്മുടെ ഗോകുവും അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവാണ്. ഗുരുവും ശിഷ്യനും ഇടയിലെ ഫൈറ്റ്. ആ ഒരു ഫൈറ്റ് ആയിരിക്കും അവസാനം ആരാണ് ചാമ്പ്യനായി തീരുക എന്ന് നിശ്ചയിക്കുക. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നീ ഇനി മത്സരിക്കാൻ പോകുന്നത് നിന്റെ മാസ്റ്ററിനോട് തന്നെയാണ്. അത് കേട്ട് നമ്മുടെ ഗോകു ഞെട്ടും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ തലക്കെട്ടുകാരന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ നിരാശയോട് കൂടെ വീണ്ടും വീണ്ടും അവന്റെ പാരന്റ്സിനെയും അനുജനെയും ഒക്കെ ആലോചിക്കും. ഓ നോ, അവരുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ തിരികെ പോവും? വെള്ളമില്ലാതെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാതെ എനിക്ക് എങ്ങനെ അവരെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും. അടുത്ത നിമിഷം നമ്മുടെ അപ്പാപ്പൻ മാസ്റ്റർ ആൾ അവിടേക്ക് വന്ന് അവനൊരു ക്യാപ്സ്യൂൾ കൊടുക്കും. നിനക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ലഭിക്കും. ഇതിൽ മുഴുവനായിട്ട് നിനക്ക് വെള്ളം ഫില്ല് ചെയ്ത് നിന്റെ ഗ്രാമത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര അത്ഭുതം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് വെള്ളം ആവശ്യമാണെന്ന്? ആ തലക്കെട്ടുകാരനാണെങ്കിൽ ഇപ്പൊ അപ്പാപ്പൻ ആരാണെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി, നിങ്ങളല്ലേ ക്യാപ്റ്റൻ റോഷി? അതിന് അപ്പാപ്പൻ പറയും, ഒച്ചത്തിൽ പറയരുത്, നിന്റെ ഗസ് ശരിയാണ്, ഞാൻ തന്നെയാണത്. ഞാൻ ആൾമാറാട്ടം നടത്തി ജാക്കി ചാന്റെ വേഷത്തിലാണ് ഇവിടേക്ക് വന്നത്. ആ ചെറിയ 2 കുട്ടികൾ, അവർ രണ്ടുപേരും എന്റെ ശിഷ്യന്മാരാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം മാർഷൽ ആർട്സ് എല്ലാം തന്നെ പഠിച്ച് വേൾഡിലെ നമ്പർ 1 ആയി തീരണമെന്നാണ്. അവർക്ക് 2 പേർക്കും അതിൽ നല്ല കഴിവുണ്ട്. അവരിപ്പോഴേ അതിൽ അഗ്രഗണ്യന്മാരാണ്. അവർ ഈ മാച്ചിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഗോകുവിന്റെ പവർ അത് നീ കണ്ടറിഞ്ഞതല്ലേ? അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈല് അത് വേറെ ലെവലിലാണ്. പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ ഫൈറ്റിൽ ജയിച്ച് അവൻ ചാമ്പ്യനായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ അഹങ്കാരം കൂടും, അവൻ അലസനായി മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവനെ തോൽപ്പിക്കാനായി വേഷം മാറി ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ ആവുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന ബോധം അവനിൽ വരും. അവൻ ദിവസവും ട്രെയിനിങ് എടുക്കും. മാത്രമല്ല അഹങ്കാരമില്ലാത്ത നല്ലൊരു മാസ്റ്ററായോ മാറുക. അതിനുവേണ്ടിയാണ് ഇതെല്ലാം. ആക്ച്വലി മുടി പോലും ഞാൻ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് വന്നത്. കിട്ടുകാരനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അവൻ ആ ക്യാപ്സ്യൂള് ഇപ്പൊ മാസ്റ്ററിന് തന്നെ തിരികെ കൊടുക്കും. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇതിൽ സംഭരിക്കാനുള്ള വെള്ളം അത് വാങ്ങാനുള്ള പണത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഉടനെ മാസ്റ്റർ ആണെങ്കിൽ ദൂരത്തായിട്ടൊരു കിണർ ആൾക്ക് കാണിച്ചു കൊടുക്കും. ഈ വെള്ളം ഫ്രീ ആണ്, നിനക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഇതിൽ സംഭരിച്ച് നിനക്ക് നിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാം. അത് കേട്ട് അവനാണെങ്കിൽ ഭയങ്കര ഞെട്ടൽ. ആ സമയം ആങ്കർ ആണെങ്കിൽ മത്സരത്തിന് വേണ്ടി ജാക്കി ചാനെയും ഗോകുവിനെയും അവർ രണ്ടുപേരെയും ഇപ്പൊ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ആ തലക്കെട്ടുകാരനോട് യാത്ര പറഞ്ഞ് കടന്നു പോകും. ഉടനെ തലക്കെട്ടുകാരനാണെങ്കിൽ അപ്പാപ്പനോട് നന്ദി പറയാണ്. അപ്പാപ്പനാണെങ്കിൽ ടേൺ ചെയ്ത് ആ തലക്കെട്ടുകാരനോട് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. അതിന് ആ തലക്കെട്ടുകാരനും ഓക്കെ പറയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹാൻസം ബോയ് ആളാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ശിഷ്യനോട് തന്നെയാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്. ഒരു മാസ്റ്റർ റോഷി ആണെങ്കിൽ ദൂരത്തായിട്ട് ഇപ്പൊ മറ്റൊരു മാസ്റ്റർ റോഷിയെ കാണിച്ചു കൊടുക്കും. ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന മാസ്റ്റർ റോഷി? അത് കണ്ട് നമ്മുടെ ഹാൻസം ബോയ് ഞെട്ടും. ഹാൻസം ബോയ് ആണെങ്കിൽ ആ കാര്യം ഇപ്പൊ നമ്മുടെ ചെക്കന്മാരോട് പറയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിയതാണ്. സത്യത്തിൽ മാസ്റ്റർ അദ്ദേഹം ആ ആൾക്കൂട്ടത്തിനിടയിലുണ്ട്. ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് റിയൽ ജാക്കി ചാനോട് തന്നെയാണെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ മാസ്റ്റർ റോഷിയെ കാണിക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ തലക്കെട്ടുമാൻ. ആളാണെങ്കിൽ ഇപ്പോൾ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം നമ്മുടെ മാസ്റ്റർ റോഷിയും ഗോകുവും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഇതിലേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.